മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. RSS രാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു RSS പ്രവർത്തകനായിരുന്നില്ലേ? നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അങ്ങനെ ആയിരുന്നില്ലേ? നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന പലരും ഇപ്പോൾ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് രാഷ്ട്രപതിയായിട്ടോ ഉപരാഷ്ട്രപതിയായിട്ടോ ഒക്കെ വരുന്ന ആളുകൾ RSSന്റെ പ്രവർത്തകരാണ്. അവർക്ക് പരിശീലനം കിട്ടുന്നത് RSS നിന്നാണ് എന്ന് അഭിമാനപൂർവ്വം അവർ പറയുന്നു. അപ്പോൾ അതൊരു പേരിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ. RSSന് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ, ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ഒരു സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ അത് തമാശയല്ലേ? ഞാൻ പറയുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും, ഏത് സ്വകാര്യ സംഘത്തിൻ്റെ ആണെങ്കിലും, ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും അത്തരം പരിപാടികളിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളല്ല വൈസ് ചാൻസലർമാർ. അവർ നിഷ്പക്ഷന്മാരാണ്, നിർമ്മമന്മാരാണ്, എല്ലാവരുടെയും പ്രതികരിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോട് ചായ്വ് കാണിക്കാൻ പാടില്ല. അത് അവരുടെ വ്യക്തി എന്നുള്ള നിലക്ക് അവർക്ക് ആ സ്വാതന്ത്ര്യമില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് കോളേജിലെ അധ്യാപകർക്ക് മത്സരിക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 26 കൊല്ലം മാഷായിരുന്നു ഞാൻ. 8 കൊല്ലം ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിരുന്നു. എനിക്ക് അന്നൊന്നും ഒരു ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം ഈ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ നിഷ്പക്ഷത പാലിക്കാൻ വേണ്ടി അവർ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ ചട്ടമുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ മാഷക്കോ ഗവൺമെൻറ് കോളേജിലെ മാഷക്കോ യൂണിവേഴ്സിറ്റി അധ്യാപകർക്കൊക്കെ ഇലക്ഷൻ പ്രവർത്തിക്കാനോ മത്സരിക്കാനോ പറ്റാത്തത്. അത് ആലോചിച്ചാൽ മതി. അപ്പം നിഷ്പക്ഷത എന്നുള്ളത് ഭംഗം വരുമ്പോൾ അതിൻ്റെ ഉന്നതമായ സ്ഥാനമാണ് വാസ്തവത്തിൽ കളങ്കപ്പെടുന്നത് എന്ന് അവർ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണമെന്ന ഈ MN കാരശ്ശേരി ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത്? MN കാരശ്ശേരിക്കും അറിയാം RSSന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തത് തെറ്റാണോ എന്നങ്ങ് നേരിട്ട് പറയാൻ സാധിക്കൂല എന്ന്. എന്നിട്ട് വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പോലെ പറയാണ്, RSSൽ നിന്നാണല്ലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ രാഷ്ട്രപതി, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ എടുത്തു പറഞ്ഞിട്ട് പറയാണ് RSS രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന രീതിയിലാണ് വരുത്തി തീർക്കുന്നത്. അല്ല, RSS ഏത് ഇലക്ഷൻ കമ്മീഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? RSS രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെ പറയാൻ MN കാരശ്ശേരിക്ക് നാണമില്ലേ? എന്തിനാണ് ഈ അടുത്തായിട്ട് കുറെ ആയല്ലോ കോൺഗ്രസിന് വേണ്ടി ഇജാതി പണിയെടുക്കൽ തുടങ്ങിയിട്ട്? കുറച്ചായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് MN കാരശ്ശേരി കോൺഗ്രസിന് വേണ്ടി വലിയ രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്തൊക്കെ 3-ാം കണ്ണ് തുറന്നിട്ട് കോൺഗ്രസിനെ ജനങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ ആയിരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ കോൺഗ്രസിന് വേണ്ടി 24 മണിക്കൂർ പണിയെടുക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ? RSS രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ബോധമുള്ള ഏതെങ്കിലും ആളുകൾ അംഗീകരിക്കുമോ? ഒരു രാഷ്ട്രീയ പാർട്ടി ആവണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണോ? അങ്ങനെ നിയമപരമായിട്ട് രാഷ്ട്രീയ പാർട്ടി ആവണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. RSS രാജ്യത്ത് എവിടെയെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ MLA-മാരുണ്ടോ? MP-മാരുണ്ടോ? എന്താണ് ഈ MN കാരശ്ശേരി വിളിച്ചു പറയുന്നത്? MN കാരശ്ശേരിക്ക് ഒരു ലക്ഷ്യമുണ്ട്. RSS എന്തോ വലിയ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ട് വളഞ്ഞ വഴിയിലൂടെ എന്നിട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ? ഗവൺമെന്റ് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ അധ്യാപകര് മത്സരിക്കാറില്ല. ഞാനെന്നെന്തോ പഠിപ്പിച്ചിരുന്നു, ഞാനെന്നെന്തോ ചെയ്തിരുന്നു, ഞങ്ങൾക്ക് മത്സരിക്കാനൊന്നും സാധിക്കില്ലായിരുന്നോ? അല്ല, RSSന്റെ വേദിയിലേക്ക് മോഹൻ ഭാഗവത് വന്ന പ്രോഗ്രാമില് 3 VC-മാര് പങ്കെടുത്തു എന്നതിലപ്പുറം അവരേതെങ്കിലും ഇലക്ഷനിൽ മത്സരിച്ചോ? എന്റെ ലളിതമായ ചോദ്യ. ഇവർ എതിർക്കുന്ന 3 VC-മാര് ഏതെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനിലെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ MLA ഇലക്ഷന് മത്സരിച്ചോ? MP ഇലക്ഷൻ അവർ ജോലി ചെയ്യുന്ന ഔദ്യോഗിക സമയത്ത് മത്സരിച്ചോ? ഇല്ല. അവർ RSSന്റെ മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതാണ് ഇവിടെ പ്രശ്നം. അല്ലാതെ MN കാരശ്ശേരി ഏതെങ്കിലും MN കാരശ്ശേരിക്ക് എന്തിനാണ് ഇങ്ങനെ നിലവാരമില്ലാത്ത രീതിയിൽ പ്രീണനം നടത്തുന്നത്? ഈ പറയുന്ന 3 VC-മാര് വന്നിട്ട് ഏതെങ്കിലും ഇലക്ഷനിൽ മത്സരിക്കുമെന്ന് എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? RSSന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതിലിപ്പോ എന്താ തെറ്റ്? ഇത് മതമില്ലാതിരുന്ന ജവഹർലാൽ നെഹ്റു പോലും റിപ്പബ്ലിക് ദിനത്തിന് RSSനെ ക്ഷണിച്ചിട്ടില്ലേ? അത് മാത്രാണോ? പ്രണബ് മുഖർജി, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി,
RSSന്റെ ആസ്ഥാനത്തേക്ക് പോയിട്ട് പുഷ്പാർച്ചന, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മൺമറഞ്ഞു പോയിട്ടുള്ളവർക്ക് പുഷ്പാർച്ചന നടത്തിയിട്ടില്ലേ പ്രണബ് മുഖർജിയൊക്കെ? ഇവർക്കെതിരെ ഞാനൊരു കാര്യം എടുത്തു പറയും. ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ RSSന്റെ പ്രോഗ്രാമിൽ ആരെങ്കിലും പങ്കെടുക്കുമ്പോഴേക്കും കുറഞ്ഞതുള്ള നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടില്ല. RSSന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടില്ല MLA ആയ സമയത്ത്. ആ സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ഇപ്പോ MN കാരശ്ശേരി മുതൽ സകലരും ഇപ്പോ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. RSSന്റെ പ്രോഗ്രാമിൽ 3 VC-മാര് പങ്കെടുത്തോ എന്ന് പറഞ്ഞു. എന്താണ് പങ്കെടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ത് വിഷയമാണ്? അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മത്സരത്തിന് സ്ഥാനാർത്ഥികളായതാണോ? ആ കോലത്തിലാണ് ഇപ്പൊ വിളിച്ചു പറയുന്നത്. ലേശ ഉളുപ്പൊക്ക ഏത് MN കാരശ്ശേരിക്കും ആവാം എന്നുള്ളതാണ് ബോധമുള്ള മലയാളികൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. എന്തിനാണിത് ഇത്രത്തോളം ഉളുപ്പില്ലാതെ രംഗത്തെത്തി വിളിച്ചു പറയുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയില് വർഗീയത കലർത്തുന്നത് UDF ആണ്. MN കാരശ്ശേരിക്ക് തന്റെ ഇടമുണ്ടോ? മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതായത് MSF എന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ വർഗീയത വളർത്തുന്നുണ്ട്. അത് നിർത്തലാക്കണോ, അതിന് അനുവദിക്കരുത് എന്ന് MN കാരശ്ശേരി ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാനേതായാലും കേട്ടിട്ടില്ല. ഇനി പറഞ്ഞാൽ അത് വളരെ വലിയ നല്ലത്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ UDF, അതായത് നമ്മുടെ കേരളത്തില് UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള ഒരു മതപാർട്ടി മതത്തിന്റെ പേരിൽ തന്നെ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അതെത്ര വലിയ അപകട, അതെത്ര വലിയ ആപത്താണ് നമ്മുടെ പുതുതലമുറയിൽ വർഗീയത കുത്തി. അതായത് ഒരു ക്യാമ്പസ്, രാഷ്ട്രീയമുള്ള ഒരു ക്യാമ്പസിൽ ഈ മതപാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന വർക്ക് ചെയ്തിട്ട് ഇന്ന മതത്തിലുള്ളവരൊക്കെ ഒരുമിക്കണം എന്ന് പറയാ, എത്ര നിറകേട. നാളെ ഹിന്ദു വിദ്യാർത്ഥി സംഘടന, നാളെ ക്രിസ്ത്യൻ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ ഈ MN കാരശ്ശേരി മുതൽ സകല ആളുകൾ ഇറങ്ങും. ഓ വർഗീയതയോ വിദ്യാലയങ്ങളിൽ. അതേ സമയത്ത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന അതേ മതത്തിന്റെ പേരിട്ട് വിദ്യാർത്ഥിയെ ഈ പറഞ്ഞ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വന്ന് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ പോകുന്നു. ഇത് ഈ ഇരട്ടത്താപ്പൊക്കെ സകല മലയാളികളും തിരിച്ചറിയണം. എന്തിനാണ് MN കാരശ്ശേരിയൊക്കെ നിലവാരമില്ലാത്ത രീതിയിലേക്ക് എത്തുന്നത്? ഓ ക്യാമ്പസിലുള്ള അധ്യാപകര് ഇവിടെ ആര് മത്സരിച്ചിട്ടുണ്ട്? ഇവിടെ ആരാ മത്സരിക്കാൻ ഇറങ്ങുന്നത്? RSSന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നതിനപ്പുറം ഇത് ഈ പറയുന്ന RSS രാഷ്ട്രീയ പാർട്ടിയാണോ? ഇതൊന്നും MN കാരശ്ശേരിക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല. ഇപ്പൊ പണി ചെയ്താലോ UDFനെ പ്രീണിപ്പിക്കുക, സതീശന് വേണ്ടി വോട്ട് പിടിക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ MN കാരശ്ശേരിയുടെ പണി എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.